നമസ്കാരം. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കലാശപ്പോരിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ന്യൂസിലൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല. അതേസമയം കിവീസ് ടീമിൽ ഒരു നിർണായക മാറ്റമുണ്ട്. ഡെഫി ടീമിൽ ഇടം പിടിച്ചു. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീം 8 മത്സരങ്ങളിൽ 7 വിജയങ്ങളുമായിട്ടാണ് ഫൈനലിലെത്തിയിരിക്കുന്നത്. മിച്ചൽ സാന്റർ നയിക്കുന്ന ന്യൂസിലൻഡ് ടീം 8 മത്സരങ്ങളിൽ 5 വിജയങ്ങൾ നേടിയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. തകർപ്പൻ ഫോമിലുള്ള മലയാളി താരം സഞ്ജു സാംസൺ, ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബുംറ എന്നിവരിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ. മറുവശത്ത് കിവീസ് ഓപ്പണർ ഫിൻ അലൻ തകർപ്പൻ ഫോമിലാണ്. സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2020-ലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി കുറിച്ചാണ് താരത്തിന്റെ വരവ്. ലോകകപ്പിന് തൊട്ടുമുമ്പ് ഇരു ടീമുകളും 5 മത്സര പരമ്പരയിൽ ഏറ്റുമുട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം ശക്തി ദൗർബല്യങ്ങൾ ഇരു സംഘങ്ങൾക്കും കൈരേഖ പോലെ വ്യക്തം. സെമി ഫൈനലിൽ കളത്തിലിറക്കിയ അതേ ടീമുമായിട്ടാണ് ഇന്ത്യ കലാശപ്പോരിന് ഇറങ്ങുന്നത്. ന്യൂസിലൻഡ് ആകട്ടെ സെമിയിൽ വിജയിച്ച ടീമിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണിംഗിൽ നൽകുന്ന മികച്ച തുടക്കവും ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്ത്. 4 മത്സരങ്ങളിൽ നിന്ന് 232 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. ജസ്പ്രീത് ബുംറ 7 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റുകൾ നേടി. അതേസമയം കിവീസിനായി ഫിൻ അലൻ, രജിൻ രവീന്ദ്ര എന്നിവർ ശ്രദ്ധേയമായ പ്രകടനമാണ് നടത്തുന്നത്. ന്യൂസിലൻഡ് നിരയിൽ ഫിൻ അലൻ 8 മത്സരങ്ങളിൽ നിന്ന് 289 റൺസോടെ മുന്നിലുണ്ട്. ടിം സെയ്ഫേർട്ടും 274 റൺസുമായി മുൻനിരയിൽ തന്നെയുണ്ട്. രജിൻ രവീന്ദ്ര 9 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റുകളുമായി ബൗളർമാരിൽ മുന്നിൽ നിൽക്കുന്നു. 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ഇതിനു മുൻപ് 2007-2024 വർഷങ്ങളിലാണ് ഇന്ത്യ T20 ലോക കിരീടം നേടിയിട്ടുള്ളത്. മാത്രമല്ല നിലവിലെ ജേതാക്കളായ ഇന്ത്യക്ക് കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യവുമുണ്ട്. അതേസമയം ന്യൂസിലൻഡിനാകട്ടെ ഇതുവരെ 2020 ലോകകപ്പ് നേടിയിട്ടില്ല. കന്നി കിരീടം തേടിയാണ് അഹമ്മദാബാദിൽ കലാശപ്പോരിനിറങ്ങുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യ ഇതുവരെ കിവീസിനോട് ജയിച്ചിട്ടില്ല. 3 തവണയും ജയം ന്യൂസിലൻഡിനായിരുന്നു. ഇന്ത്യൻ ടീം ഇങ്ങനെയാണ്: അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ എന്നിവരാണ് ഇന്ത്യൻ ടീമിൽ. അതേസമയം ന്യൂസിലൻഡ് ടീം നിര ഇങ്ങനെ: ടിം സെയ്ഫേർട്ട്, ഫിൻ അലൻ, രജിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, മാർക്ക് ചാപ്മാൻ, ഡാരൽ മിച്ചൽ, ജെയിംസ് നീഷാം, മിച്ചൽ സാന്റർ, ഡെഫി, മാറ്റ് ഹെൻറി, ലോക്കി ഫെർഗൂസൺ എന്നിവരാണ് ന്യൂസിലൻഡ് ടീമിൽ. മത്സരഫലം എന്തായാലും കലാശപ്പോരിൽ വിജയിക്കുന്നവരെ ഇത്തവണ കാത്തിരിക്കുന്നത് റെക്കോർഡ് തുകയാണ്. 2024-ലെ ലോകകപ്പിനേക്കാൾ 20% വർധനവാണ് ഇത്തവണ സമാന തുകയിൽ ICC വരുത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ ലോകകപ്പിൽ ആകെ $13.5 മില്യൺ, ഏകദേശം 112 കോടിയിലധികം രൂപയാണ് സമാന തുകയായി ICC നൽകുക. ടൂർണമെന്റിലെ ആകെ സമാന തുക മുൻ വർഷത്തേക്കാൾ 20% വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റിലെ മികച്ച സ്പോൺസർഷിപ്പ് വരുമാനമാണ് സമാന തുക ഇത്രയധികം ഉയരാൻ കാരണമായത്. കിരീടം നേടുന്ന ടീമിന് ഏകദേശം 27.48 കോടി രൂപയും 2ാം സ്ഥാനക്കാർക്ക് 14.65 കോടി രൂപയുമാണ് ലഭിക്കുക. സെമി ഫൈനലിൽ പുറത്തായ ദക്ഷിണാഫ്രിക്കയ്ക്കും ഇംഗ്ലണ്ടിനും 7.24 കോടി രൂപ വീതം ലഭിക്കും. സൂപ്പർ 8-ലെത്തി പുറത്തായ ടീമുകൾക്ക് ഏകദേശം 3.48 കോടി രൂപ വീതമാണ് ലഭിക്കുക. സെമിയിൽ പുറത്തായ ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയ്ക്കും ഏകദേശം 7.24 കോടി രൂപ വീതം സമാന തുകയായി ലഭിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ടീമുകൾക്കും സമാനമുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ 12 ടീമുകൾക്ക് ഏകദേശം 2.29 കോടി രൂപ സമാനമായി ലഭിക്കും. ലോകകപ്പിൽ പങ്കെടുത്ത 20 ടീമുകൾക്കും സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുന്ന രീതിയിലാണ് ICC സമ്മാന തുക നിശ്ചയിച്ചിരിക്കുന്നത്.